ചേട്ടാ നമസ്കാരം. നമസ്കാരം. ആദ്യമായിട്ട് ന്യൂസ് ഇന്ത്യ മലയാളത്തിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇന്ന് നമ്മുടെ രാജ്യം 80ാമത് സ്വാതന്ത്ര്യ ദിനത്തിന്റെ മാധുര്യം നുകരുകയാണ്. അതിന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ സബ്ജക്ട്സിലേക്ക് കിടക്കാം. ബിജുചേട്ടാ, ഇന്ന് നമ്മുടെ സ്വാതന്ത്ര്യ ദിനമാണ്. ആ സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ചെങ്കോട്ടയിൽ വലിയ വലിയ പ്രഖ്യാപനങ്ങളാണ് നടത്തിയിരിക്കുന്നത്. അതിലേക്ക് വരുന്നതിന് മുമ്പേ കഴിഞ്ഞ ദിവസം അജിത് ഡോവൽ നമ്മുടെ രാജ്യത്തെ സംബന്ധിക്കുന്ന ഒരു വലിയ കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പാകിസ്ഥാനോട് പറഞ്ഞത്, കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യ ദിനമായിരുന്നു, ആ സ്വാതന്ത്ര്യ ദിനത്തിൽ പാകിസ്ഥാൻ നമ്മളെ ആക്രമിക്കും എന്നുള്ള നിലപാടെടുത്തു. ആ നിലപാടിൽ അജിത് ഡോവൽ വാ തുറന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, നമ്മൾ സഹിക്കുന്നത്, നമ്മൾ ക്ഷമിക്കുന്നത് നമ്മുടെ ദൗർബല്യമായിട്ട് നിങ്ങൾ കാണരുത്, അടിച്ച് നശിപ്പിച്ചു തന്നെ കളയും എന്ന് തന്നെ അദ്ദേഹം അസന്നിഗ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്നും നോക്കില്ല, ഇനി നമുക്ക് മുന്നും പിന്നും നോക്കാനൊന്നുമില്ല, നമ്മൾ നശിപ്പിച്ചു തന്നെ കളയും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ ഒരു പ്രസ്താവനയായിട്ട് ഞാൻ കാണുന്നു. രണ്ടാമത്തെ കാര്യം, ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്തെ നമുക്കറിയാം, നമ്മുടെ സ്വാതന്ത്ര്യ ദിനം വരുമ്പോഴും റിപ്പബ്ലിക് ദിനം വരുമ്പോഴും എല്ലാം നമ്മുടെ രാജ്യത്ത് ഈ ചരിത്രകാരന്മാർ മാളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. കൂടുതലും ഇടതുപക്ഷ ചരിത്രകാരന്മാർ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇവരെ മാത്രമാണ് ചരിത്രകാരന്മാരായിട്ട് പല ആൾക്കാരും അംഗീകരിച്ചിരിക്കുന്നത്, നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ. ഇവരുടെ കയ്യിലാണ് നമ്മുടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും കാര്യങ്ങളും എല്ലാം ഇരിക്കുന്നത് എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഉമർ ഖാലിദിന് വേണ്ടി JNU ഒരു അധ്യാപിക എന്ന് പറഞ്ഞാൽ വളരെയധികം വയസ്സായ ഒരു അധ്യാപിക അവിടെ ഉമർ ഖാലിദിന് വേണ്ടി വാദിക്കുകയും അതിനെ എതിർത്ത വിദ്യാർത്ഥികളെ വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന അതായത് അധ്യാപകരുടെ കേസാണ്. അപ്പൊ പിന്നെ അവരെ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളുടെ കേസ് പറയേണ്ടത്. അങ്ങനെ ഒരു വിഷ്വൽസ് അടക്കം പുറത്തു വന്നിരുന്നു. അപ്പൊ നമ്മൾ ഇവരെ വിളിക്കുന്ന ഒരു പേരുണ്ട്, അർബൻ നക്സലുകൾ. ഇങ്ങനെ ഇവരെ വിളിക്കുന്ന പേരാണ് അർബൻ നക്സലുകൾ. കാട്ടിലുള്ള നക്സലുകൾ എന്ന് പറയുന്നത്, ബീജാപ്പൂരും ഛത്തീസ്ഗഡിലുള്ള നക്സലുകൾ എന്ന് പറയുന്നത് സായുധ വിപ്ലവത്തിന് വേണ്ടി ആയുധം എടുത്ത് പോരാടുന്ന നക്സലുകളാണ്. പക്ഷെ അതിൽ എനിക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്താ അറിയോ? ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയ ഒരു കാര്യം, ഈ നക്സലുകളെ പുനരുജ്ജീവിപ്പിച്ചു. നമ്മൾ അവരെ റീക്ലെയിം ചെയ്തിട്ട് ഇപ്പോ ഈ നക്സലുകൾ, ഇവരുടെ സ്ത്രീകൾ റാമ്പ് വാക്ക് നടത്തുകയാണ്. ഒരു കാര്യം ആലോചിച്ച് നോക്ക് ബിജുചേട്ടൻ, ഞാൻ വളരെ രസകരമായിട്ട് ഞാൻ ചിന്തിച്ച ഒരു കാര്യമാണ്. ഈ അമിത്ഷാ എന്ന് പറയുന്ന ഇവര് പറയുന്ന ഏറ്റവും കൊടൂരനായിട്ടുള്ള ആഭ്യന്തരമന്ത്രി, ഇദ്ദേഹം നക്സലുകളാണ്. ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യും അവര്. അതായത് ഈ നക്സലുകളായിട്ടുള്ള ഇവരെ റീക്ലെയിം ചെയ്തിട്ട് ഇവരെ ഒരു സ്ഥലത്ത് കൊണ്ട് താമസിപ്പിച്ച് അവരുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കി അവിടെ ഇവരെ വളർത്തിക്കൊണ്ട് വന്നാൽ നാളെ അവിടെ BJPക്ക് ഇവർ വോട്ട് ചെയ്യും? ഒരിക്കലും ഒരു വോട്ട് ചെയ്യില്ല. ഇവരപ്പോഴും നക്സൽ ആശയം പേറുന്ന ആൾക്കാരാണ്, മാർക്സിസ്റ്റ് ആശയം പേറുന്ന ആൾക്കാരാണ്. അമിത്ഷായ്ക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് എല്ലാവരെയും വെടിവെച്ച് കൊന്നോളും എന്ന് പറയാൻ പറ്റുമായിരുന്നു. നമ്മുടെ കേരളത്തിൽ പിണറായി വിജയൻ ചെയ്തിട്ടുണ്ടല്ലോ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ വലിയ സംഭവമല്ലേ. പിണറായി വിജയൻ നക്സലുകളെല്ലാം വെടിവെച്ച് കൊന്നു. അമിത്ഷാ അത് ചെയ്തില്ല. അമിത്ഷാ അവരെ റീക്ലെയിം ചെയ്യുകയാണ് ചെയ്തത്. അതായത് അതെനിക്ക് വളരെ ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി എനിക്കത്. കാരണം അമിത്ഷായെ പോലൊരു വ്യക്തി ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് പോലും കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു വാക്ക് പോലും ഇല്ല. എന്നിട്ട് അവര് റാമ്പ് വാക്ക് ചെയ്യുകയാണ് നമ്മുടെ ഇവിടെ വന്നിട്ട്. അപ്പോ ഇവര് ഈ ബീജാപ്പൂരിലടക്കമുള്ള നക്സലുകൾ, ഇനി ഇതേ നക്സലുകൾ നമ്മുടെ പല സിസ്റ്റങ്ങളിലും നുഴഞ്ഞു കയറിയിട്ടുണ്ട്, അർബൻ നക്സലുകളായിട്ടുള്ള ആൾക്കാർ. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ തൊടാൻ ആരും മുതിരാറില്ല, അല്ലെങ്കിൽ ഭയപ്പെടും. അവരെക്കുറിച്ച് ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രത്യേകിച്ച് CJP പ്രൊട്ടസ്റ്റ് ഒക്കെ ഉണ്ട്. കാരണം അവർ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ജെൻസി തലമുറയെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. അവരെ തൊടാനുള്ള ധൈര്യം ഇന്ന് നരേന്ദ്രമോദി കാണിച്ചിരിക്കുകയാണ്. പോരാത്തതിന് ജെൻസികൾക്ക് വേണ്ടി, രാജ്യത്ത് പഠിക്കണമെന്ന് താല്പര്യമുള്ള ജെൻസികൾക്ക് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങൾ, അദ്ദേഹം നടത്തിയ പ്രഖ്യാപനങ്ങൾ എല്ലാം ഞാൻ പറയുന്നില്ല. സൗജന്യ ഓൺലൈൻ പരിശീലനങ്ങൾ, ഈ നീറ്റ് പരീക്ഷയെക്കുറിച്ച് ഇപ്പൊ നരേന്ദ്രമോദി എനിക്ക് ഇഷ്ടം ആകുന്നത് ആ ഒരു സാഹചര്യത്തിലാണ്. കാരണം ഈ നീറ്റ് പരീക്ഷയെക്കുറിച്ച് നമ്മുടെ രാജ്യത്ത് വലിയ പ്രൊട്ടസ്റ്റുകളൊക്കെ നടന്നപ്പോഴും ഞാൻ ശ്രദ്ധിച്ചത്, ഒരു സാധാരണ പാവപ്പെട്ട കുടുംബത്തിലെ ഒരു ദളിത് വിദ്യാർത്ഥിക്ക് നീറ്റ് എഴുതാനുള്ള പ്രൊവിഷൻ ഉണ്ടോ? അവന് പഠിക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടോ? എങ്ങനെ അവൻ നീറ്റ് എഴുതും? ഇത്രയും ഭീമമായിട്ടുള്ള തുക കൊടുത്ത് അവൻ എങ്ങനെ പഠിക്കും? ഇന്ന് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുകയാണ്, ഓൺലൈനായിട്ട് സൗജന്യമായിട്ട് കോച്ചിങ് ക്ലാസ്സുകൾ ഞങ്ങൾ തുടങ്ങുന്നു. ഇവിടെയുള്ള സകല കോച്ചിങ് യവമാർക്കും വമ്പൻ തിരിച്ചടിയാണ് ഇതെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അവിടെ പോയി ഈ കേരളത്തിൽ അടക്കമുള്ളവന്മാര് പല ആങ്കർമാരെയും അവിടെ ഇറക്കി, പൈസ കൊടുത്ത് ഇറക്കി, അവര് പോയിട്ട് തിരിച്ചു വന്നപ്പോ യവമാർ അവിടെ പോയി ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് വേടന്റെ പാട്ട് വിട്ട് ഞങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് വലിയ ഡയലോഗ് അടിച്ചല്ലോ. അന്ന് പല ആൾക്കാരും ചോദിച്ച കാര്യമാണ്, ഒരു പാവപ്പെട്ട ദളിത് വിദ്യാർത്ഥിക്ക് നീറ്റ് എഴുതാനുള്ള പണമുണ്ടോ? നിങ്ങളുടെ കോച്ചിങ് സെന്ററിൽ വന്ന് പഠിക്കാനുള്ള ആവതുണ്ടോ എന്ന് ചോദിച്ചു. ഇന്ന് മോദി പ്രഖ്യാപിച്ചിരിക്കുന്നതിൽ ഒരു വലിയ പ്രഖ്യാപനം, സ്വകാര്യ പരിശീലനത്തിന്റെ സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും കുടുംബങ്ങളെ ഞാൻ മോചിപ്പിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഡിജിറ്റൽ സൗകര്യങ്ങളുടെ മികച്ച അധ്യാപകരും ഉപയോഗിക്കുന്നതിലൂടെ യുവാക്കൾക്ക് പ്രയോജനം ലഭിക്കും, നിങ്ങൾക്ക് സൗജന്യമായി പഠിക്കാനുള്ള സംഭവം ഞാൻ ഒരുക്കും. അദ്ദേഹം എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ഇനി കൈവയ്ക്കാൻ പോകുന്നത് ഈ അർബൻ നക്സലുകളിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതൊരു വലിയ പ്രഖ്യാപനമായിട്ട് ഞാൻ കാണുന്നു. കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് അറിയണം എന്ന് തോന്നുന്നു.
അതിൽ ഇന്ന് മനോഹരമായിട്ട് തോന്നിയതും നമ്മൾ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ശ്രീ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ ഈ പറയുന്ന കോച്ചിങ് സെന്ററുകളുടെ കാര്യമാണ്. ശരിയാണ്, ധനുഷ് പറഞ്ഞത് വളരെ കറക്റ്റാ. അത് ദളിത് കുട്ടികളുടെ കാര്യം മാത്രമല്ല, സാധാരണപ്പെട്ട മനുഷ്യരുടെ, അത് ഏത് കാസ്റ്റിലായാലും അവർണനായാലും സവർണനായാലും ഒക്കെ സാധാരണപ്പെട്ട കുട്ടികൾക്ക് കോച്ചിങ് സെന്ററിൽ 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപയൊക്കെയാണ് കോച്ചിങ്ങിനായിട്ട് ഈ മേടിക്കുന്നത് കോച്ചിങ് സെന്ററുകാർ. ഈ കോച്ചിങ് സെന്ററുകാരാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയുടെ പിന്നിൽ ഉണ്ടായിരുന്നത്. പല ക്വസ്റ്റ്യൻ ഈ കോച്ചിങ് സെന്ററുകളിലേക്കാണ് ക്വസ്റ്റ്യൻ പേപ്പർ, അവരെ കുറെ അധികം പേര് അറസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പൊ ഇതിൽ തടയിടുക, അന്നേ നമ്മൾ കരുതി, നമ്മളന്ന് നമ്മുടെ ചർച്ചകളിൽ പറയുകയും ചെയ്തിരുന്നു യുവമാരെ പൂട്ടും എന്ന് പറഞ്ഞു. ഇപ്പൊ യുവമാർക്ക് പൂട്ട് വീണിരിക്കുകയാണ്. അതിനൊരു വമ്പൻ പ്രഖ്യാപനമാണ് ഇന്ന് നടത്തിയിരിക്കുന്നത്. ഓൺലൈൻ വഴി സൗജന്യമായി കോച്ചിങ് കൊടുക്കും. അങ്ങനെ സൗജന്യമായി കോച്ചിങ് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള പല കോച്ചിങ് സെന്ററുകാരും അവരുടെ അംബാസഡർമാരും ഈച്ച അടിച്ചിരിക്കത്തേ ഉള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പൊ ഈ പാവപ്പെട്ടവനൊക്കെ പണയം വെച്ചും സ്ഥലം പണയപ്പെടുത്തിയും ആണ് കുട്ടികളെ കൊണ്ടുവന്ന് പല കോച്ചിങ് സെന്ററിലും അതങ്ങ് നിൽക്കും. നിന്ന് കഴിഞ്ഞാൽ ഏതൊരാൾക്കും ട്രൈ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ അതൊരു വലിയ പ്രഖ്യാപനം, ഈ രാജ്യം കൈയടിക്കേണ്ട ഒരു പ്രഖ്യാപനമായിട്ടാണ് എനിക്കത് തോന്നിയത്. രണ്ടാമത്തേത്, ദിമാഗി നക്സലുകളെ പൂർണ്ണമായി ഇല്ലാതാക്കും എന്ന് പറഞ്ഞു. ദിമാഗി നക്സലുകൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ ധനുഷ് സൂചിപ്പിച്ചു, അർബൻ നക്സലുകളുടെ കാര്യം സൂചിപ്പിച്ചു. ഈ അർബൻ നക്സലുകളെക്കാളും ഒരുപടി കൂടി മുകളിലുള്ളവരാണ് ഈ ദിമാഗി നക്സലുകൾ എന്ന് പറയുന്നത്. ഈ അർബൻ നക്സലുകൾ നമ്മുടെ സർക്കാർ സർവീസിലും മറ്റും കടന്നു കയറിക്കൊണ്ട് അവിടെ നടത്തുന്ന പ്രവർത്തനങ്ങളാണ്. അതായത് ഈ സർക്കാർ ജീവനക്കാരെന്ന് പറയുമ്പോൾ എക്സിക്യൂട്ടീവ്സ് ആണ്. ആ എക്സിക്യൂട്ടീവ് ചെയ്യേണ്ട കാര്യങ്ങളെ തകിടം മറിക്കുക എന്നുള്ളതാണ് അത്തരക്കാർ ചെയ്യുന്ന കാര്യമെങ്കിൽ ഈ ദിമാഗികൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ദിമാഗി നക്സലുകൾ എന്ന് പറഞ്ഞാൽ ബുദ്ധിജീവികളാണ്. നമ്മുടെ രാജ്യത്ത് സാംസ്കാരിക നായകരെന്നും ബുദ്ധിജീവികളെന്നും ഒക്കെ പറഞ്ഞ് ഒരുപാട് പേരെ അവതരിപ്പിക്കാറുണ്ട് നമ്മുടെ മലയാള മാധ്യമങ്ങളൊക്കെ. അവർ പറഞ്ഞത് കേട്ടില്ല, ഇവർ പറഞ്ഞു കേട്ടില്ല. ഇങ്ങനെയുള്ള ഒരു വലിയ വിഭാഗം പരിസ്ഥിതി കമ്മിറ്റികളിൽ, അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ സിലബസ് സൃഷ്ടിക്കുന്ന കമ്മിറ്റികളിൽ, സാംസ്കാരിക കമ്മിറ്റികളിലെല്ലാം കടന്നുകൂടിയിട്ടുണ്ട്. ഈ കടന്നുകൂടിയിട്ടുള്ള ഈ ദിമാഗി നക്സലുകളാണ് ഈ രാജ്യത്തെ വഴിതെറ്റിക്കുന്നത്, ഈ രാജ്യത്ത് സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നടക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഈ ദിമാഗികളെല്ലാം കൂടെ ഫേസ്ബുക്കിലോട്ട് അങ്ങോട്ട് ഇറങ്ങും, ഇൻസ്റ്റാഗ്രാമിലോട്ട് ഇറങ്ങും, യൂട്യൂബിലോട്ട് ഇറങ്ങും. എന്നിട്ട് നെടുനീള ലേഖനങ്ങളും കുത്തിത്തിരിപ്പുകളുമാണ് അത് നടത്തുന്നത്. ഈ ദിമാഗികളുടെ പ്രധാന പരിപാടിയാണ് അത്. ഇപ്പോൾ ഇച്ചിരൂടെ അവർക്ക് കലിപ്പ് കൂടിയിട്ടുമുണ്ട്. കാരണം നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഈ ദിമാഗികൾക്കൊന്നും വലിയ ഡിമാൻഡുകൾ കൊടുക്കാറില്ല. ഈ പറയുന്ന ഈ ബുദ്ധിജീവി നക്സലുകൾക്ക് വലിയ ഡിമാൻഡ് കൊടുക്കാറില്ല. അവർക്ക് ആകെ ഒരു അബദ്ധം പറ്റിയത് എപ്പോഴാന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരങ്ങൾ പലരും തിരിച്ചു കൊടുത്തിരുന്നു. അത് വലിയൊരു 3G ആയിപ്പോയി. പുരസ്കാരങ്ങൾ തിരിച്ചു കൊടുത്തു, പൈസ തിരിച്ചു കൊടുത്തില്ല. സർക്കാരിന്റെ ഒരു മാന്യത കൊണ്ടാ ചോദിച്ചില്ല. ഞാനായിരുന്നു പ്രധാനമന്ത്രിയെങ്കിൽ ഉറപ്പായിട്ടും ചോദിച്ചിട്ടുണ്ട്, ട്രോഫി മാത്രമല്ല തിരിച്ചെന്നുള്ളൂ, ഫലകമല്ല തിരിച്ചെന്നുള്ളൂ, മേടിച്ച പൈസ എവിടെയെന്ന് ചോദിക്കേണ്ടതായിരുന്നു, ചോദിച്ചില്ലത്. അതുപോട്ടെ. പക്ഷെ അതിനുശേഷം പിന്നീട് ബഹിഷ്കരിക്കേണ്ടി അവർക്ക് വന്നിട്ടില്ല. കാരണം ഇവരൊന്നും പിന്നെ 7 അയലത്ത് വന്നിട്ടുമില്ല. ഇതിപ്പോ ഞാൻ പറയുന്നത് ഇന്ത്യയിലെ മൊത്തത്തിലുള്ള ദിമാഗികളുടെ കാര്യമാണ് പറയുന്നത്. നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട് കൽബുർഗിയുടെ കാര്യം. അവിടെ ഒരാളെ കൊന്നു, ഇവിടെ ഒരാളെ കൊന്നു എന്ന് പറയാറുണ്ട്. ഇവരൊക്കെ ആരായിരുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ട വ്യക്തി. നക്സലിസവുമായി അടുത്ത ബന്ധമുള്ളവരായിരുന്നു ഇതിൽ പലരും. ഈ കൊല്ലപ്പെട്ട ഇവർ ഈ പറയുന്ന സാംസ്കാരിക നായകർ പലരും. പറയാതിരിക്കാൻ നമുക്ക് നിർവാഹമില്ലാതെ വന്നിരിക്കുന്നു. കാരണം അതൊക്കെ തുറന്നു പറയുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണിത്. രാജ്യത്ത് ഈ ഇങ്ങനെയുള്ള കുട്ടികളെയും യുവാക്കളെയും ഒക്കെ ഇറക്കി വിടുന്നതിനകത്ത് ഈ ദിമാഗി നക്സലുകൾക്ക് വലിയ പ്രാധാന്യം. നമ്മൾ കാണുമ്പോൾ വലിയ ബുദ്ധിജീവികളാണ്, വലിയ സംഭവമാണെന്ന് തോന്നും. അതൊന്നും അല്ലായിരുന്നു എന്നുള്ളത് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഈ ബുദ്ധിജീവികൾ എന്നൊക്കെ പറയുന്ന ഒരു ബിഗ് സീറോ ആണെന്ന് ഇപ്പൊ തെളിഞ്ഞു വന്നിട്ടില്ലേ? അത് ഞാനിപ്പോ ഒരു തമാശ രൂപത്തിൽ ഒരു കാര്യം കൂടെ പറയാം. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ എപ്പോഴും പറഞ്ഞിരുന്നത് ഞങ്ങളുടെ സ്റ്റഡി ക്ലാസ്സുകൾ നയിക്കുന്നതും ഞങ്ങളുടെ ബുദ്ധി കേന്ദ്രമാണ് ഗോവിന്ദൻ മാഷ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആർക്കും അതറിയില്ലായിരുന്നു, ആരും അതിനെ തർക്കിക്കാനും പോയില്ല. അദ്ദേഹം സെക്രട്ടറി ആയപ്പോഴാണ് മനസ്സിലായത്, ദൈവമേ ഇങ്ങനെയാണോ ഇവന്മാർക്ക് ഈ ക്ലാസ് എടുത്ത് കൊടുത്തത് എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ഇവർ ഈ MA ബേബിയൊക്കെ പറയുന്നത് ബുദ്ധിജീവി എന്നാണ് പറയുന്നത്, പാർട്ടിയിലെ ബുദ്ധിജീവി എന്നാണ് പറയുന്നത്. ഇപ്പൊ വന്ന് എന്താണ്, ഇന്ത്യയിൽ ഇപ്പോൾ ഒരു സംസ്ഥാനവും ഇല്ല, അതാണ് അവസ്ഥ. അപ്പം ഇങ്ങനെ ഇവര് കുറെ പേരൊക്കെ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് അവതരിപ്പിക്കും. അങ്ങനെയാണ്. അത് ഞാൻ പറഞ്ഞത് ഒരു ഉദാഹരണത്തിന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ദിമാഗി നക്സലുകൾ അങ്ങനെയല്ല. മുൻപ് കേന്ദ്ര സർക്കാരിന്റെ ഇടനാഴികളിലും അത് അങ്ങനെ തന്നെയാണ് നരേന്ദ്രമോദി ആ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. അധികാരത്തിന്റെ ഇടനാഴികളിൽ ഇവരെ നമുക്ക് കാണാൻ കഴിയും. ഇവരെ നമുക്ക് ഒഴിവാക്കിയേ പറ്റൂ എന്നുള്ള ഇതിൽ വരുന്ന ഈ ദിമാഗി നക്സലുകൾ എന്ന് പറയുമ്പോൾ ബുദ്ധിജീവികൾ മാത്രമല്ല, സാംസ്കാരിക നായകൾ മാത്രമല്ല, ഇതിൽ ചില സെലിബ്രിറ്റികളും സെലിബ്രിറ്റി വേഷം കെട്ടിക്കൊണ്ട് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വിഘടനവാദങ്ങളും രാജ്യം തകർക്കുന്ന സ്റ്റേറ്റ്മെന്റുകളും നടത്താറുണ്ട്. നമുക്കറിയാം കേരളത്തിലാണ് അത് ഏറ്റവും കൂടുതലുള്ളത്. അതായത് 1-2 സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞിട്ട് അവരുടെ ആ ഒരു സെലിബ്രിറ്റി പവർ ഉപയോഗിച്ചുകൊണ്ട് അവര് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഉയർത്തി
ഒരു വിഭാഗത്തെ ഇളക്കി വിടുക എന്നൊരു ശ്രമമാണ് അവർ നടത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ സാംസ്കാരിക നായകരുടെ ജോലി എന്താണ്? അവർ പറഞ്ഞു കഴിഞ്ഞാൽ സാംസ്കാരിക നായകർ സംസ്കാര ചിത്തരായിട്ടുള്ള ജനത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടി അവർക്ക് നല്ല ഉപദേശം കൊടുത്ത് കൊണ്ടുവരേണ്ടതാണ്. പക്ഷെ അവർ ചെയ്യുന്നത് നേരെ ഓപ്പോസിറ്റ് പണിയാണ് ചെയ്യുന്നത്. അപ്പൊ സിനിമയിലും മറ്റുമൊക്കെ കൈയടി കിട്ടാൻ വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ ഒരു റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടോ ഒക്കെ എട്ടും മുട്ടും തിരിയാത്ത പിള്ളേർ വരെ വന്ന് നിന്നിട്ട് കാര്യങ്ങൾ പറയാറുണ്ട്. എന്തെങ്കിലും ആയിക്കോട്ടെ, അവിടെ വയറ്റിപ്പഴപ്പാണ്, വയറ്റിപ്പഴപ്പിന് നമ്മൾ കൈവെക്കൽ. പക്ഷെ രാജ്യത്തെ വിറ്റ് വയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ട് ചെലവാക്കുമ്പോഴാണ് നമ്മൾ അവർക്കെതിരെ തിരിയേണ്ടി വരുന്നത്. എന്തുകൊണ്ടാണ് ഈ സെലിബ്രിറ്റികൾ പലരും ഇത്തരം പ്രസ്ഥാനങ്ങളോട്ട് വരുമ്പം ഈ സംഘികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം താഴെ വന്ന് തെറിവിളിക്കുന്നതിന്റെ കാര്യം? അതിപ്പോ നോർമൽ ഒരു നടനോ നടിയോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തെറിവിളിക്കത്തില്ല. പക്ഷെ ഇത് കണക്കുള്ള വിധ്വംസക പ്രവർത്തനത്തിന്റെ കുഴലൂതുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ നടത്തുമ്പോൾ, സ്വന്തം രാജ്യത്തിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുമ്പോൾ, അത് വെറ്റ് പുട്ടടിച്ച് ജീവിക്കുമ്പോൾ അതിനെതിരെ പ്രതികരണം ഉണ്ടാകും, സ്വാഭാവികം മാത്രമാണ്. അതല്ലാതെ ഇപ്പോ ഏതെങ്കിലും ഒരു നടനോ നടിയോ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയാൽ ആരെങ്കിലും പ്രതിഷേധിക്കുമോ? ഏതെങ്കിലും സംഘികൾ പ്രതിഷേധിക്കുമോ? ഇല്ല. മോഹൻലാൽ എന്ന് പറയുന്ന നടനെ സംഘികൾ തന്നെയല്ലേ തലയെ പൊക്കി വെച്ചുകൊണ്ട് നടന്നെടുത്ത്? ലൂസിഫർ എന്നൊരു സിനിമയിൽ അദ്ദേഹം കാണിച്ച ആ ഒരു കൊള്ളരുതായ്മയ്ക്കാണ് വലിയ പ്രതിഷേധം അദ്ദേഹം നേരിടേണ്ടി വന്നത്. അത് സ്വാഭാവികം മാത്രമാണ്. അല്ലാതെ തങ്ങൾ താരങ്ങളാണെന്നോ തങ്ങൾ ബുദ്ധിജീവികളാണെന്നോ തങ്ങൾ സാംസ്കാരിക നായകന്മാരാണെന്നോ ധരിച്ചു വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ ധരിച്ചു വെച്ചിരിക്കുന്നവരുടെ അവിടുത്തെ നിങ്ങളുടെ വേലത്തരങ്ങൾ ഇനി നടക്കാറുള്ളൂ. കാരണം സാംസ്കാരിക നായകർ എന്നുള്ള പട്ടം ആരാണ് കൊടുക്കുന്നത്? സംസ്ഥാന സർക്കാരാണ് ഈ പട്ടം കൊടുക്കുന്നത്. അതല്ലാതെ ഇവിടുത്തെ ജനമല്ല പട്ടം കൊടുക്കുന്നത്. ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട്. ഈ ബുദ്ധിജീവികളായത് നമ്മളൊക്കെ അത് ഇല്ലാത്തവരാണോ? ഈ രാജ്യത്തെ ഈ ലോകത്തെ എല്ലാവർക്കും ബുദ്ധിയുണ്ട്. അവരൊക്കെ ബുദ്ധി ഉപയോഗിച്ച് തന്നെയാണ് ജീവിക്കാൻ പറ്റുന്നത്. അവരാരെയും പറ്റിക്കാറില്ലെന്നേ ഉള്ളൂ. ഇതൊക്കെ വേഷം കെട്ടലിലൂടെ നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുകയല്ല അവർ ചെയ്യുന്നത്. അവരവരുടെ ബുദ്ധി ഉപയോഗിച്ച് അവരുടെ ജീവിതമാർഗം കണ്ടെത്തി ആ ജീവിതത്തിലൂടെ മുമ്പോട്ട് പോകുന്നവരാണ്. ഇങ്ങനെയൊക്കെ ചില പോസ്റ്റുകൾ ഇവിടെയുണ്ട്. പിന്നെ എന്താണ് പറയുന്നത്, ഇങ്ങനെ ഓരോരോ സാംസ്കാരിക നായകർ, ബുദ്ധിജീവികൾ, ചിന്തകന്മാർ, അതാണ് അതിലും വലിയ കോമഡി. എന്താണ് ഇവന്മാർ ചിന്തിക്കുന്നതെന്ന് എനിക്കൊരു പിടുത്തം കിട്ടിയിട്ടില്ല ഇതുവരെ. ചിന്തകന്മാർ എന്ന് പറഞ്ഞൊരു ഇടതുപക്ഷ ചിന്തകൻ, സാംസ്കാരിക ചിന്തകൻ, ചിന്തകനല്ല, ഇവന്മാർ വെറും ചന്തകളാണ് എന്ന് നമുക്ക് വേണം പറയാം. എന്ത് ചിന്തകനാണ്, എന്തിന്റെ ചിന്തകനാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. ഇവന്മാരൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട വകതിരിവുള്ളവനൊക്കെ നമ്മൾ സാധാരണഗതി നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ രണ്ടെണ്ണം അടിച്ചിട്ട് കേട്ടോണ്ടിരിക്കാറുണ്ട്. ഇത് അടിച്ചപ്പോൾ കേട്ടപ്പ സമയം ഇറങ്ങിപ്പോകുന്ന രീതിയിലുള്ള വിവരക്കേടുകളാണ് ഈ പറയുന്നത്. അവരെ ചിന്തകരെന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെയുള്ള കുറെ വിഭാഗങ്ങളുണ്ട്. ഈ വിഭാഗങ്ങൾ ഏറെയും ചെയ്യുന്നത് ഇവരുടെ ധാരണ എന്ന് വെച്ചാൽ ഹിന്ദുവിനെതിരെ പറയുമ്പോൾ ഞങ്ങൾ എന്തോ വലിയ സംഭവമായി, ഞാൻ ബീഫ് തിന്നുമെന്ന് പറയുമ്പോഴത്തേനും ഞാനൊരു സംഭവമായി, പിന്നെ മോദിയെ തെറി വിളിക്കുമ്പോൾ ഞാൻ എന്തോ സംഭവമായി. മുമ്പ് ഇവരുടെ ഒരു സ്ഥിരം സാധനമാണ്, ഇവരുടെയൊക്കെ സിനിമകളിൽ വരുന്ന സാധനം എന്താണ്, നരേന്ദ്രമോദി സർക്കാർ ഈ ടോയ്ലറ്റ് എല്ലായിടത്തും കൊണ്ടുവന്നു, ശൗചാലയം. അപ്പോ ശൗചാലയത്തെ കളിയാക്കി കൊണ്ടുവരിക, നോട്ട് നിരോധനത്തിന് കളിയാക്കി കൊണ്ടുവരിക. ആ സിനിമയൊന്നും ഏതൊക്കെ തിയേറ്ററിലാണ് വന്നതെന്ന് പോലും ആർക്കും അറിയില്ല. അതിനകത്ത് ആരൊക്കെ ഏതൊക്കെ ഊളയാണോ അഭിനയിച്ചെന്ന് പോലും അറിയത്തില്ല. ഇങ്ങനെ ഒരു കുറെ പേര് വന്ന് സിനിമ പിടിക്കുന്നു, എന്നിട്ട് ഇത് വന്നിട്ട് മോദിയെ കുറിച്ച് പറയുന്നു, ബീഫ് ഞാൻ ഇനിയും കഴിക്കും. ആരുണ്ട് എന്നോട് ചോദിക്കാതെ നീ ബീഫ് കഴിക്കുകയോ പന്നി കഴിക്കുകയോ എന്ത് പണ്ടാരെങ്കിലും കഴിക്കുക എന്നുള്ളതാണ് നമുക്ക് അതിനകത്ത് പറയാനുള്ളത്. അതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അതിനകത്തില്ല. ഓരോരുത്തരുടെ ഇഷ്ടമാണ് അതൊക്കെ. അപ്പം ഇവര് തന്നെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യും. അതായത് ഈ ബുദ്ധിജീവികള് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യും. ഇവരുടെ ഈ രീതി കൂടെ നമുക്ക് പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം. ആദ്യം ചെയ്യുന്നതാണ് ഈ ചിന്തകന്മാരും ബുദ്ധിജീവികളും ഒപ്പം തന്നെ മറ്റേ എന്താണ് സാംസ്കാരിക നായകരെല്ലാം കൂടെ ഫേസ്ബുക്കിൽ ഒരു പണിയില്ലല്ലോ, ചൊറിയ കുത്തിയിരിക്കുകയാണ് ഈ രാജ്യം മുഴുവൻ. പ്രത്യേകിച്ച് പണിയിൽ പ്രകാശ് രാജ് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പോസ്റ്റ് ഇടും. ഗോമാതാവാണോ, അതിനെ തിന്നുന്നത് കൊണ്ട് എന്താണ് പ്രശ്നം? ആരെങ്കിലും പറഞ്ഞോ? ഗോമാതാവിനെ തൊട്ട വിവരം അറിയും, അത് വേറെ കാര്യം. പിന്നെ ചത്ത് കിടക്കുന്ന കാടാടറച്ചി തിന്നുന്നത് ഈ നോർത്തിലൊക്കെ സാധാരണ അത് പട്ടിക്ക് കൊടുക്കുക, പട്ടികളോ വല്ലതും ഒക്കെ ആയിരിക്കും മാംസം കഴിച്ചോണ്ട് പോകുന്നത് മരിച്ചു കഴിയുമ്പോഴത്തേന് മൃഗങ്ങള്. ആ സാധനം ഇവിടെ സുനാമി മാംസം എന്ന് പറയുമ്പോൾ കേരളത്തിൽ വരുന്നുണ്ട്, സുനാമി മാംസം. അവിടെ ചത്ത മാംസങ്ങള്, മൃഗങ്ങളുടെ മാംസങ്ങൾ കട്ട് ചെയ്തിട്ടാണ് ഇവിടെ ഇറക്കുമതി ചെയ്യുന്നത്. പത്രത്തിലൊക്കെ വലിയ വാർത്തയായിരുന്നു സാധനം. ഇങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ മുമ്പോട്ട്. അപ്പൊ ഇവരൊരു പോസ്റ്റ് ഇടുകയാണ്, ചുമ്മാതിരിക്കുമ്പോൾ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കും. ഹിന്ദുക്കൾ അങ്ങനെയാണ്. ഇപ്പൊ ആവരണം എന്ന് പറയുന്നില്ല, കാരണം ഹിന്ദുക്കൾക്ക് കാര്യങ്ങൾ മനസ്സിലായി, നമ്മളെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഉപയോഗിച്ചിട്ടിരുന്നത്. എന്തെങ്കിലും ഒരു കാരണം അങ്ങോട്ട് ഒരു പോസ്റ്റ് ഇടും. പിന്നെ ഈ പോസ്റ്റിന്റെ ചുവട് പിടിച്ചുകൊണ്ട് കുറെ സെലിബ്രിറ്റികൾ എന്ന് പറയുന്നവര് ഇറങ്ങിത്തിരിക്കുന്നു. അവർ കുറെ ഡയലോഗ് അടിക്കുന്നു. പിന്നെ ഇപ്പൊ യൂട്യൂബ് ചാനൽസ് ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ഇന്റർവ്യൂവിനൊന്നും പഞ്ഞമില്ല. 1 ലക്ഷം 2 ലക്ഷം കൊടുത്താൽ ഇന്റർവ്യൂ കിട്ടും. ആ ഇന്റർവ്യൂവിന് പോയിരിക്കുന്നു. ഇന്റർവ്യൂവിന് ചെന്നിരുന്ന് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇതിനൊക്കെയുള്ള തള്ളുന്നു. എന്നിട്ട് PR ടീമിനെ വെച്ച് ലൈക്ക് മേടിക്കുന്നു, ഷെയർ മേടിക്കുന്നു. സത്യത്തിൽ ഞാൻ ഈ ലൈക്കുകളും ഷെയറുകളും ഒന്ന് പരിശോധിച്ചാൽ മുഴുവൻ സുഡാപ്പികളായി ചെയ്യുന്നത്. സുഡാപ്പികൾക്ക് പിന്നെ ഇന്ത്യക്കെതിരെ ആര് പറഞ്ഞാലും അവർ ലൈക്ക് ചെയ്യും.
ആ ലൈക്ക് അല്ലാതെ വേറെ ഒരു മനുഷ്യന്റെ ലൈക്ക് അത് ഞാൻ ഇതുവരെ കണ്ടിട്ട് സഖാക്കൾ പോലും അല്ല, ബുദ്ധിയുള്ള സഖാക്കൾ സഖാക്കൾ പോലും അത് ഇതിൽ ലൈക്ക് ചെയ്യാറില്ല ലൈക്ക് എന്നുള്ളത്. ചെയ്യാൻ വളരെ ഒരു കാര്യമുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ ചിന്തകന്മാർ എന്താണ് ചിന്തിക്കുന്നതെന്ന് അറിഞ്ഞുകൂടുന്നു. ഇവർ കൂടുതലും ഹിന്ദു ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെതിരെയാണ് ഇവരുടെ ചിന്തകൾ അഴിച്ചു വിടുന്നത്. ഈ പണ്ടത്തെ കാലത്ത് ഈ ബ്രിട്ടീഷുകാർ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആൾക്കാരോട് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിൽ ആൾക്കാർ പങ്കെടുക്കുമ്പോൾ എൻ്റെ രാജ്യത്തിന് വേണ്ടി, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഞാൻ പങ്കെടുക്കുന്നതെന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാരൻ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നിനക്കതിന് എവിടെയാ രാജ്യം? 300 രാജ്യമായിട്ട് പിരിഞ്ഞു കിടന്ന ഈ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്തെ ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് ഒരു ഒരു പ്രദേശമാക്കി, ഇന്ത്യ എന്ന് പറയുന്ന സംഭവമാക്കി പേരിട്ട് ഭരിക്കുന്ന ഞങ്ങളാണ്, അപ്പൊ നിനക്ക് രാജ്യം ഉണ്ടാക്കി തന്നതേ ഞങ്ങളാണ് എന്ന് അവരന്ന് ബ്രിട്ടീഷുകാർ സ്വാതന്ത്ര്യ സമര സേനാനികളോട് പറഞ്ഞിരുന്നു. ഇന്ന് യവന്മാരെ ചോദ്യം ചെയ്യുന്ന ദേശസ്നേഹമുള്ള ആൾക്കാരുണ്ടല്ലോ, എന്റെ രാജ്യം എന്ന് പറയുമ്പോൾ യവന്മാർ ഇതേ ചോദ്യമാണ് നമ്മളോട് ചോദിക്കുന്നത്, അതിന് ഇന്ത്യ ഒരു രാജ്യം. ഒരു മിനിറ്റ് ധനുഷ് പറഞ്ഞു ഈ പോയിന്റ് ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ട്. ആരാന്നറിയാ? നവസഭക്കാരും കുറെ നസ്രാണികൾ ഉപയോഗിക്കുന്നുണ്ട്. അവര് പറഞ്ഞു ഈ ഇന്ത്യ രാജ്യം ഞങ്ങളല്ല ഉണ്ടാക്കിയത്. ബ്രിട്ടീഷുകാരൻ പറഞ്ഞ ഈ ഡയലോഗാണ്, ബ്രിട്ടീഷുകാരൻ പറഞ്ഞ ഡയലോഗാണ് ഈ എടുത്തിട്ടിരിക്കുന്നത്. എന്നിട്ട് ഇവനൊക്കെ എവിടെയാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത്? അവന്മാർ വന്നതിന് ശേഷമാണ് അത് ഇവിടെ ഉണ്ടായത്, ഇന്ത്യയിൽ തന്നെ ഉണ്ടായത്. ഈ പരമന്മാരും മുഗളന്മാർ വന്നതിന് ശേഷവും മറ്റുള്ളവർ വന്നതിന് ശേഷം പലതും ഉണ്ടായത്. അവരൊക്കെയാണ് സ്വാതന്ത്ര്യ സമരത്തിൽ. ഈ സെയിം ഡയലോഗ് ഇപ്പൊ ഈ നവസഭക്കാർ സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഞങ്ങളല്ലേ നിങ്ങൾക്ക് രാജ്യം ഉണ്ടാക്കി തന്നെയെന്ന്. ഞങ്ങൾ വിദ്യാഭ്യാസം തന്നില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ചിന്തകന്മാർ ഇപ്പൊ നമ്മളോട് ചോദിക്കുന്നുണ്ടല്ലോ, എന്റെ രാജ്യം, എന്റെ ദേശഭക്തി, തീവ്ര ദേശസ്നേഹം പറയുന്ന ആൾക്കാർക്ക് ഇതെന്നാണ് ഈ ദേശം ഉണ്ടായത്? പണ്ട് 300 രാജ്യമായിട്ട് പിരിഞ്ഞു എന്ന ആ ബ്രിട്ടീഷുകാരന്റെ അതേ നെറേറ്റീവാണ് ഇവരെടുത്ത് മുന്നിലോട്ട് വയ്ക്കുന്നത്. ഹിന്ദുക്കളെ നോക്കി ഇവർ ചോദിക്കുന്ന ഒരു കാര്യം, നിനക്കൊക്കെ എന്നടാ കുടുംബം ഉണ്ടായത്? പണ്ട് നിന്റെ കുടുംബം എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാം തകർക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ചിന്ത. അല്ല, ഇതൊക്കെ പറയുമ്പോഴേ ധനുഷ് സംസാരിച്ച് അവരെ ബോധ്യപ്പെടുത്താൻ കഴിയാത്തവൻ കൈവെക്കും, സ്വാഭാവികമല്ല. അതാണ് ഈ പലയിടത്തും കിടന്ന് കിട്ടുന്ന അടി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ചുമ്മാ ഇരിക്കുന്നതിനെ പോയി ചൊറിയും. പിന്നെ അവനിത് നമ്മളെ കണക്ക് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ കൈവെക്കും. അതാണ് സംഭവിക്കുന്നത്. ഏതായാലും ഇന്ന് വളരെ സന്തോഷകരമായ ഒരു വാർത്തയോടെ പറഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാം. AICC ആസ്ഥാനത്ത് സോണിയാഗാന്ധിയും ഖാർഗെയും തടഞ്ഞിട്ട് പോലും കോൺഗ്രസ് പ്രവർത്തകർ വന്ദേ മാതരം മുഴുവൻ വരികളും ആലപിച്ചുകൊണ്ട് മാതൃകാ പാർട്ടിയായി, പ്രവർത്തകരായി മാറി. അതിന്റെ കൊലവിളിയും തെറിവിളിയും ഇപ്പൊ ഫേസ്ബുക്കിൽ തുടങ്ങിയിട്ടുണ്ട്. കോൺഗ്രസ് സോണിയാഗാന്ധി തടയാൻ ശ്രമിച്ചു. അത് വലിയ വാർത്തയായി കഴിഞ്ഞപ്പോൾ പറയുന്നത് തടയാൻ ശ്രമിച്ചതല്ല, ഒരു കസേര കൊണ്ടുവരൂ എന്ന് പറഞ്ഞതാണ്. ഇപ്പൊ മാധ്യമപ്രവർത്തകർ വെച്ച് കസേര കൊണ്ടുവരാൻ ഇങ്ങനെയാണോ പറയുന്നതെന്ന്. കസേര കൊണ്ടുവരൂ എന്ന് പറയുന്നതിന് ഒരു ആക്ഷൻ ഉണ്ടല്ലോ, അതല്ലല്ലോ അവിടെ സംഭവിച്ചതെന്ന് പറയുന്നത്. ഇന്നത്തെ ദിവസം ദേവി അത് വിവാദമാക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് വന്ദേമാതരം ഒരു വാട്ടർലൂ ആയി മാറാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യ. കേരളത്തിൽ പിന്നെ വന്ദേമാതരം എന്ന് പാടിയാലും പാടില്ലെങ്കിലും, കാരണം ഇവിടെ പാടത്തില്ലെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. കാരണം ഇവിടെ സുടുക്കൾ അത് പാടില്ല, സുടുക്കളെ പിന്തുണയ്ക്കുന്നവരും അത് പാടില്ല. പിന്നെ BJPക്കാർ സ്വാഭാവികമായിട്ട് അവരുടെ പാർട്ടിയുടെ മീറ്റിങ്ങുകളെല്ലാം തുടങ്ങുമ്പോൾ തന്നെ വന്ദേമാതരം പണ്ട് തൊട്ടേ പാടുന്നതാണ്. അപ്പൊ അവര് പാടിക്കോളും, ബാക്കിയുള്ളവരാരും പാടുപോയില്ലോ എനിക്ക് അറിയില്ല.